എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മ്യൂസിക് കേൾക്കാം. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഞാനൊന്ന് മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു. ഗവൺമെന്റിന്റെ ഇപ്പോൾ അത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആരോഗ്യ മേഖലയിലെ തകർച്ച തുടങ്ങി ശബരിമല കൊല്ല. ഏറ്റവും തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാണ് കൊല്ലത്ത് ദേശീയപാത തകർന്നു വീണത്. അതടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു കാരണം. വിജയത്തിന് ശേഷമുള്ള LDF-ലെ ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ അവരുടെ യഥാർത്ഥ മനോഭാവത്തെ ഒന്നുകൂടി തുറന്നു കാട്ടി. ശശി വിപ്ലവ സിംഹം. പെൻഷൻ ഒക്കെ നന്നായി വാങ്ങി ചാപ്പാട് കഴിച്ച് എന്നിട്ട് തിരിച്ചു ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ മനോഭാവം എന്താണ്? ഈ പെൻഷൻ കാശ് ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും അവരുടെ അവകാശമായിട്ട് കൊടുക്കുന്ന ഒരു പെൻഷൻ അത് വാങ്ങി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു മനോഭാവത്തെ ഇവർ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. അതിലിപ്പോ MM മണി ഒരു അക്കാര്യത്തിൽ സത്യസന്ധനായതുകൊണ്ട് ഉള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റു നേതാക്കന്മാരുടെ എല്ലാം ഉള്ളിലിരിപ്പ് ഇതാണ്. സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് 2 രൂപ അധിക സെസ് ഉണ്ട്. ആ 2 രൂപ അധിക സെസ്സും നികുതിയും എല്ലാം ചേർത്തുള്ള ജനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഒരു വിഹിതമാണ് പെൻഷനായി ജനങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. കൊല്ലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഞങ്ങൾക്കൊട്ടും താങ്ങാവുന്നതല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ദൈവത്തിന്റെ ഒരേ കളികളെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അത്രമാത്രം പരിപാലിച്ച LDF-ന്റെ കരങ്ങളിൽ പരിപാലിക്കപ്പെട്ട ഒരു ജില്ലയാണ് കൊല്ലം. പക്ഷേ പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ ജില്ലാ പഞ്ചായത്ത് ഒരു വലിയ തകർച്ചയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 23 സീറ്റാണ്, അതിലിപ്പോൾ 17 സീറ്റിലെത്തിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങൾ തീരെ പുറകോട്ട് പോയിട്ടില്ല. 2-3 ബ്ലോക്ക് പഞ്ചായത്തെ നഷ്ടപ്പെടുകയുള്ളൂ. ബാക്കി ബ്ലോക്ക് പഞ്ചായത്തുകൾ ലഭിക്കുന്നുണ്ട്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, പിന്നീട് മുനിസിപ്പാലിറ്റിയിലും അത്ര വലിയ തകർച്ച ഉണ്ടായിട്ടില്ല. പക്ഷെ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തിരിച്ചടി തന്നെ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. കേരളത്തിൽ ഒരു UDF-ന് അനുകൂലമായി ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിച്ചേ മതിയാവും. അതിന് നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അത്തരം കാരണങ്ങളെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പരിപാലിച്ചു എന്നുള്ള വാക്ക് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറഞ്ഞതാണ്. കാരണം ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിലിരുന്ന ഒരാളെന്ന തരത്തിൽ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചിൽ. ഞങ്ങൾക്ക് അത് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഓരോ മാസവും കൂടുന്ന ആ DPC മീറ്റിങ്ങിൽ UDF-ഉം LDF-ന്റെയും പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ വളരെ സുഖകരമായ രീതിയിൽ പരാതികളില്ലാതെ, പഞ്ചായത്തുകൾക്ക് പൊതുവെ പരാതികളില്ലാതെ ഫണ്ട് വിനിയോഗം ഉള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിന്റെ 30% വരെ തന്നിട്ടുണ്ട്. അങ്ങനെ ഫണ്ടിന് വലിയ ക്ഷാമമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിസന്ധികളൊക്കെ കേരളത്തോടുള്ളതിന് നിലനിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ളത് വളരെ ആധികാരികമായി തന്നെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പരിപാലിച്ചു എന്ന വാക്ക് ഇവിടെ വിഷയം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല പൊതുവെ, മറിച്ച് അതൊരു രാഷ്ട്രീയ വിഷയങ്ങൾ പലതും കടന്നു വന്നിട്ടുണ്ട്. അത് കുറച്ച് ബാധിച്ചു എന്നുള്ളതാണ് വസ്തുത. പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായി. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയിച്ചു വരേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഫലം വ്യത്യസ്തമായി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. വല്ല പെശകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിക്കൊണ്ട്
കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും. ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ സൃഷ്ടിച്ച ആപത്ത് വളരെ വളരെ വലുതാണ്. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നമ്മുടെ നാടിന്റെ ഐക്യവും സാഹോദര്യവുമാണ് തകർക്കുന്നത്. നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയാണ് തകർക്കുന്നത്. ഞങ്ങളെ നീ വെറും മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാണ് കഴിയുന്നത്. കേരളത്തിൽ ഇതുപോലെ ജനോപകാരപ്രദമായ ഒരു ഭരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടായി? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് തികച്ചും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ്. പക്ഷേ വർഗീയ പ്രചരണങ്ങൾക്കും ജാതീയതക്കും അതിൻ്റെ ധ്രുവീകരണത്തിലും ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു. സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ആ ചിന്ത മാറ്റിയെടുക്കാൻ, മതസാഹോദര്യം വളർത്തിയെടുക്കാൻ, ജാതീയതക്കപ്പുറം മനുഷ്യന്റെ സ്നേഹവും സൗഹാർദ്ദവും വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം പൊരുതും. ഇടതുപക്ഷത്തിന് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ഇനിയും കൂടുതൽ കരുത്തോടുകൂടി ഇടതുപക്ഷം മുന്നോട്ട് പോകും. ഞങ്ങളുടെ മുമ്പിലുള്ളത് കേരള ജനതയുടെ 3.5 കോടി മലയാളികളുടെ ജന്മനാട്. ഈ ജന്മനാടിനെ ഐശ്വര്യ സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പം. ശബരിമല പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടാകും. ശബരിമല പ്രശ്നത്തിൽ എന്താ ഇടതുപക്ഷം ചെയ്തത്? എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എന്താ തെറ്റ് ചെയ്തത്? ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അന്വേഷണവും നടപടി ഉണ്ടാകുമായിരുന്നു. ഒന്ന് നിർത്തണോ തന്റെ ഈ ഇത് നമ്മുടെ നാടിന്റെ മുമ്പിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നല്ലേ വികസനം. ആ വികസനങ്ങൾ ജനങ്ങൾ കാണുന്നതാണ്. ഇത് എവിടെയെങ്കിലും മറച്ചു പിടിച്ചിട്ടുള്ളതല്ല. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. അതുകൊണ്ട് നമ്മൾ വർഗീയതയുടെ ആപത്ത് കുറച്ച് കണ്ടുകൂടാ. കേരളം പോലുള്ള മതനിരപേക്ഷതക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനത്തിനകത്ത് ആപത്ത് പതിയിരിക്കുകയാണ്. ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണം. ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചു, പണം വാരി ഒഴുക്കി. എത്രയാ കോൺക്ലേവ് നടത്തിയത്? നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ? ഈ ഒരു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ 1 മാസം മുമ്പ് എത്ര കോൺക്ലേവ് നടത്തിയത്? എറണാകുളത്ത് കോൺക്ലേവ്, കൊച്ചിയിൽ കോൺക്ലേവ്, കൊല്ലത്ത് കശുവണ്ടി കോൺക്ലേവ്, ആലപ്പുഴ കയർ കോൺക്ലേവ്. ഇങ്ങനെയെല്ലാം ഈ PR ഏജൻസിക്കാർ പറയുന്ന കോൺക്ലേവ് എല്ലാം നടത്തിയാൽ ജനം ഓടി വന്ന് വോട്ട് ചെയ്യും എന്ന തെറ്റിദ്ധാരണ ഇവർക്ക്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അതിനു മുമ്പാണെങ്കിൽ ലിഫ്റ്റുള്ള ബസ്, നവകേരള സദസ്സ്, അങ്ങനത്തെ കുറേ ഏർപ്പാടുകൾ ഇതെല്ലാം നടത്തി. പക്ഷേ പൊതു ഖജനാവിലെ പണം ഇങ്ങനെ ദൂർത്തടിച്ചു. യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിലെ തകർച്ച, തീരദേശത്തെ വറുതി, നെൽകർഷകരുടെ ദുരിതം, റബ്ബർ കർഷകരുടെ ദുരിതം, വന്യജീവി മേഖലയിലുള്ള വന്യജീവി സംഘ ആക്രമണങ്ങളിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ, പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ചത്, ഇതിനെല്ലാം മറികടക്കാൻ അവസാനം 4 മാസം അവശേഷിക്കുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തി, ചില ആനുകൂല്യങ്ങൾ കൂട്ടിയാൽ ഈ 4.25 കൊല്ലത്തെ ദുരിതം ആളുകൾ മറക്കും എന്ന ഒരു തെറ്റിദ്ധാരണയ്ക്ക് കൂടി ഇതാണ്. മറുവശത്ത് ഗവൺമെന്റ് PR ഏജൻസികളെ കൊണ്ട് കോടിക്കണക്കിന് കോൺക്ലേവ്, വീഡിയോ, പത്രപരസ്യം, TV പരസ്യം, പിന്നെ ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു. ഉറുദുക്കാർ വന്ന് വോട്ട് ചെയ്യും. ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.